നമ്മുടെ രാജ്യത്തെ ബാബറി മസ്ജിദിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത് വഴി കടന്നുപോയി ഈ പറയുന്നത് പോലെ മുസാഫർ നഗർ വഴി അപ്പുറത്തെ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും പോയി ഇപ്പൊ മണിപ്പൂരിൽ വന്ന് നിൽക്കുന്ന ഡബിൾ എഞ്ചിൻ പ്രവർത്തനത്തിലും കൂടി രാജ്യത്തിനകത്ത് നടക്കുന്ന ഭിന്നിപ്പ് എന്ന് പറയുന്നത്, വർഗീയ ഭിന്നിപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് ഏറ്റവും രൂക്ഷമാകുന്ന സാഹചര്യത്തിലല്ലേ സാർ നമ്മൾ ഇന്നിപ്പോ ജീവിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖവും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും മെഡിക്കൽ സയൻസും VSSC എന്നൊക്കെ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടിയേ സാർ വിഴിഞ്ഞം പോർട്ട് എങ്ങനെ ഉണ്ടെന്നും ഈ VSSC എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ സംബന്ധിച്ചും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിലെയും തലസ്ഥാനത്തിലെയും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണോ സാർ ഇതിനകത്ത് പറയുന്നത്? ഇവിടെ വിഴിഞ്ഞം പോർട്ടിനകത്ത് എന്ത് സംഭാവനയാണ് സാർ ഈ പറയുന്ന മാതൃകാ ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്? BGF എന്ന് പറയുന്ന ഗ്രാന്റിൽ കൂടി ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് 8000 കോടി രൂപ ചെലവാക്കിയപ്പോ 861 കോടി രൂപ മാത്രം തറന്ന് വയബിൾ ഗ്യാപ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, വിത്ത് ഇൻട്രസ്റ്റ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലോണ് മാത്രമല്ലേ സാർ കേന്ദ്ര ഗവൺമെന്റ് നോക്കിട്ടുള്ളത്?